സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല സർ. ഇപ്പോഴോ? ഇപ്പം ഓക്കെ. കാണില്ലേ? ഇപ്പൊ കാണുന്നുണ്ട് സർ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഓഫ് സ്റ്റഡീസും അതുപോലെ തന്നെ ബേക്കന്റെ ഓഫ് സ്റ്റഡീസും സ്റ്റീലിന്റെ പ്ലംബർ ക്ലബ്ബാണ് നോക്കാൻ പോകുന്നത്. രണ്ടും ചെറിയ എസ്സേസ് ആണ്, പെട്ടെന്ന് തീരാം കേട്ടോ. പക്ഷെ ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് മൊത്തം നോക്കി പോകണം. അത് ഒന്നും വിടാനില്ല ഇതില് ബേക്കൻ നോക്കി പോണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എസ്സേസ് ഓർ കൗൺസിൽ സിവിൽ ആൻഡ് മോറൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് എസ്സേ ആണ്. അതിന് ഫസ്റ്റ് എസ്സേ പറയാൻ പറ്റും. അതിൽ 3 കളക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് വൺ 1597 വരുന്ന 10 എസ്സേസ്, അതുപോലെ തന്നെ 1612 വരുന്ന 13 എസ്സേസ്, 1625 വരുന്ന 58 എസ്സേസ്. ഈ 3 എസ്സേസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകേണ്ട. ആ നമ്പർ മറന്നു പോകരുത്, അതുപോലെ തന്നെ ആ എസ്സേയുടെ പേരുകളും മറന്നു പോകരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് സാധനം, അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത വരുന്നത് നമ്മുടെ അതിന് വേറെ വർക്കുകൾ ജസ്റ്റ് നോക്കി പോവാം. അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്, പിന്നെ ഡി സെപ്പൻഷ്യ വെറ്ററം, അതൊക്കെ അതിന് വേറെ വർക്കുകളാണ്. ഇമ്പോർട്ടൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നോവുമോഗാനും ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ അറ്റ്ലാന്റിസ് ഇമ്പോർട്ടൻ്റ്. വൈ? ബിക്കോസ് അൺഫിനിഷ്ഡ് ഉട്ടോപ്യൻ ഫിക്ഷൻ ആണ് ബേക്കണ്ട, അത് ഇമ്പോർട്ടൻ്റ്, മറന്നു പോകണ്ട. പിന്നെ അത്രേ ഉള്ളൂ ബേക്കണ വെച്ച് നോക്കി പോകാൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് ഓതറ ഭാഗത്തുനിന്ന് അത്ര ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മൾ ഇതിലേക്കാണ്. ഇതിലേക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്, അത് എന്തായാലും നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെന്റ് ആൻഡ് ഫോർ എബിലിറ്റി. ഈ പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെന്റ് ആൻഡ് ഫോർ എബിലിറ്റി. ഇത് മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പോയിന്റുകളും മറന്നു പോകരുത് ഒരിക്കലും. ഓക്കെ, അടുത്തത് ഇത് 3ന്റെയും പറഞ്ഞത് കേട്ടോ. ദ ചീഫ് യൂസ് ഓഫ് ഡിലൈറ്റ്. അപ്പൊ ഡിലൈറ്റിന്റെ ചീഫ് യൂസ് എന്താണ്? ഇൻ പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിംഗ് ആണ്. അതെന്താ? ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലഷർ ആണ് അല്ലെ. നമുക്ക് റീഡിംഗ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പ്ലഷർ തന്നെ എപ്പോഴൊക്കെ ആയിരിക്കും? ഇൻ പ്രൈവറ്റ്നെസ്. പ്രൈവറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളൊരു പ്രൈവറ്റ് മൊമെന്റുകൾ ഇരിക്കുന്ന സമയത്തോ ആ സമയത്ത് നമുക്ക് എന്ത് തരും? സ്റ്റഡീസ് നമുക്ക് എന്ത് തരും? പ്ലഷർ തരും. ആൻഡ് ഓൾസോ റിട്ടയറിംഗ്. റിട്ടയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മളൊരു ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഒരു സമയത്ത് ഇന്ന് പഠിക്കുമല്ലോ, അത് എന്ത് വരും? പ്ലഷർ തരും. അത് പറയണത് ബേക്കൻ പറഞ്ഞത്. അപ്പോൾ ഡിലൈറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഫോർ ഓർണമെന്റ്. ഓർണമെന്റ് എന്താണ്? ഡിസ്കോഴ്സ് ആണ് എന്ത്? ഫോർ ഓർണമെന്റിന്. ഓക്കെ, ഡിസ്കോഴ്സ് എന്താണ്? ഓർണമെന്റ് എന്താണ്? ഡിസ്കോഴ്സ് ആണ്. ഡിലൈറ്റ് എന്തായിരുന്നു? ഡിലൈറ്റ് എന്തായിരുന്നു? ഇൻ പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിംഗ്. ഓർണമെന്റ് എന്താ? ഇസ് ഇൻ ഡിസ്കോഴ്സ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി വേണം. എന്ത് ചെയ്യണം? പഠിക്കണം. നല്ല നമുക്ക് കിട്ടുള്ളൂ, സംസാരിക്കുന്ന എബിലിറ്റി നമുക്ക് കിട്ടുള്ളൂ. അതാണ് എന്ത്? ഫോർ ഓർണമെന്റ് ഇറ്റ് ഇസ് ഇൻ ഡിസ്കോഴ്സ്. ഡിസ്കോഴ്സ് പറഞ്ഞാൽ കോൺവെർസേഷൻ ഉദ്ദേശിക്കും കേട്ടോ. ഇറ്റ്സ് കോൾഡ് ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ. നോളജ് എൻഹാൻസ് ഓൺസ് എബിലിറ്റി ടു സ്പീക്ക് ഗ്രേസ്ഫുള്ളി ആൻഡ് ഇംപ്രസീവ്ലി, അലോയിങ് ഫോർ മോർ എൻഗേജിംഗ് ആൻഡ് ഇന്റലക്ട് ഡിസ്കോഴ്സ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ആൻഡ് ഫോർ എബിലിറ്റി ഇറ്റ് ഈസ് ഇൻ ദ ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ്. എന്താണ്? Finally, studies contribute to person's practical abilities, particularly in making the judgments and organizing or managing affairs. നിങ്ങൾ പറയുന്നത് എന്താണ്? നമ്മളെ സ്റ്റഡീസിന്റെ ഏറ്റവും വലിയ സംഭവം എന്തിനാണ്? ഫോർ എബിലിറ്റിക്ക് വേണ്ടി, പ്ലഷറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടോ അല്ല. ഇറ്റ്സ് പ്രൈം എബിലിറ്റി, ഇറ്റ്സ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എബിലിറ്റി. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കാര്യത്തിൽ നമ്മൾ ജഡ്ജ്മെന്റ് നമ്മൾ നന്നായി പഠിച്ചു കൊണ്ട് പറ്റും. നമുക്ക് ഓരോ സംഭവം ഓരോ ഇതിലൊക്കെ നമ്മൾ ജഡ്ജ്മെന്റ് ഓരോ തീരുമാനം എത്താൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഒരു പരിപാടിയൊക്കെ വൃത്തിക്ക് നടത്തുമ്പോൾ എന്ത് വേണം? നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡീസിനെങ്കിൽ മാത്രം എന്തായിട്ടുള്ളൂ നമുക്ക് ഒരു പ്രോഗ്രാം ഒക്കെ വൃത്തിക്ക് നടത്തിക്കൊണ്ട് പോകാനും ഒരു സംഭവമൊക്കെ നമുക്ക് എന്തായിട്ടുള്ളൂ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത്രയാണ് ഈ ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ട് ഈ 3 പോയിന്റ് മറന്നു പോകരുത്. സ്റ്റഡീസ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെന്റ് ആൻഡ് ഫോർ എബിലിറ്റി. മറക്കുവോ? മറക്കാൻ പാടില്ല. ഇനി അടുത്തത് പറയും. ചീഫ് യൂസ് ഓഫ് ഡിലൈറ്റ് എന്താ? ഇൻ ഡിസ്കോഴ്സോ? ചീഫ് യൂസ് ഓഫ് ഡിലൈറ്റ് ഈസ് ഇൻ പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിംഗ് ആണ് എന്ത്? ചീഫ് യൂസ് ഓഫ് ഡിലൈറ്റ്. ദെൻ ചീഫ് യൂസ് ഓഫ് ഓർണമെന്റ് എന്താ? ഇൻ ഡിസ്കോഴ്സ് ആണ് ഫോർ ഓർണമെന്റ്. ദെൻ ഫോർ എബിലിറ്റി എന്താ?
Judgment and ഡിസ്പോസിഷൻ disposition ഓഫ് of ബിസിനസ്. business. ഞാൻ പറഞ്ഞ സമയം ജസ്റ്റ് ഒന്ന് അവിടെ അണ്ടർലൈൻ ചെയ്ത് പോയി. നിങ്ങളുടെ നോട്ട് കയ്യിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പോവേ, നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ റൈറ്റ്. ഇത് ഇനി അടുത്ത് നോക്കാം. ഫോർ എക്സ്പോർട്ട് മാൻ ക്യാൻ എക്സിക്യൂട്ട് ആൻഡ് പെർഹാപ്സ് ജഡ്ജ് ബൈ പെർട്ടിക്കുലേഴ്സ് വൺ ബൈ വൺ. അല്ലേ? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പീരിയൻസ് ആയ മനുഷ്യർക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് ടാസ്കുകൾ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് സ്റ്റഡീസ്. അല്ലേ? ബട്ട് ജനറൽ കൗൺസിൽസ് ആൻഡ് ദ പ്ലോട്സ് ആൻഡ് മാർഷലിംഗ് ഓഫ് അഫയേഴ്സ്. How when it comes to broader strategies, planning and organizing complex matters or marshalling of affairs, there is need of something beyond expertise. ഒരു മനുഷ്യനെ ഒരാൾക്ക് ഒരു എന്താ പറയാ, ഒരു സ്പെസിഫിക് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു കല്ലുപണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈവിങ്ങിലോ അയാൾക്ക് എന്താണ് ഭയങ്കര എക്സ്പെർട്ടൈസ് ആണ്, ഭയങ്കര എക്സ്പെർട്ടിന് ആള്. അയാൾക്ക് ആ ഒരു കാര്യം മാത്രം ചെയ്യാൻ നല്ല എന്തായിരിക്കും സംഭവമായിരിക്കും. അല്ലേ? പക്ഷേ ബട്ട് ഇൻ ജനറൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോഡ് സ്ട്രാറ്റജി, പ്ലാനിങ്, ഓർഗനൈസിങ്, ഒരു സംഭവങ്ങളൊക്കെ കോമേഴ്സ് മാറ്റേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതൊക്കെ എന്ത് വേണം? അതിനാകുമ്പോൾ എന്ത് വേണം നമുക്ക്? വി നീഡ് സംതിങ് മോർ ദാൻ അബൌട്ട്. അല്ലേ? കംസ് ബെസ്റ്റ് ഫ്രം ദോസ് ദാറ്റ് ആർ ലേൺഡ്. അത് എവിടെ നിന്നാ വരിക? ഈ സംഭവം ആർക്ക് ചെയ്യാൻ കഴിയുക? ജനറൽ കൗൺസിൽസ്, പ്ലോട്സ്, മാർഷലിംഗ് ഓഫ് അഫയേഴ്സ് ആർക്ക് ചെയ്യാൻ കഴിയുക? ദോസ് ഹു ആർ ലേൺഡ്. അത് പഠിച്ചവർക്ക് മാത്രം എന്ത് ചെയ്യാനുള്ളൂ, ചെയ്യാൻ കഴിയുള്ളൂ. അത് പറഞ്ഞത് നമ്മളെ ബേക്കൺ പറയുന്നത്. ടു സ്പെൻഡ് ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഈ സ്ലോത്ത്. ഇത് കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഈ സ്ലോത്ത്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അടുത്തത് ടു യൂസ് ദം ടു മച്ച് ഫോർ ഓർണമെന്റ് ഈസ് അഫക്റ്റേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് പറഞ്ഞാൽ എന്താ? ഓക്കെ. സ്ലോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലേസിനെസ് ആണ്. അല്ലേ? ഒരുപാട് സമയം നമ്മൾ എക്സസീവ് ഭയങ്കര പഠിക്കുക എന്താണ്? അത് പ്രത്യേക ലേസിനെസ് ഉദ്ദേശിക്കുന്നത്. ബേക്കൺ സേസ് ദാറ്റ് സ്റ്റഡി ഷുഡ് ബി ബാലൻസ്ഡ് വിത്ത് ആക്ഷൻ ആൻഡ് ഷുഡ് നോട്ട് കൺസ്യൂം ഓൾസ് ടൈം. ഒരു പഠിച്ചുകൊണ്ട് മാത്രം കാര്യം നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കണം. പ്രാക്ടിക്കലായിട്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയണം. അതെന്താണ്? ടു യൂസ് ദം ടു മച്ച് ഫോർ ഓർണമെന്റ് ഇസ് അഫക്റ്റേഷൻ. അഫക്റ്റേഷൻ എന്താ? നമുക്ക് കുറച്ച് ഐഡിയാസ് നമ്മുടെ മൈൻഡിലുണ്ട്. അത് നമ്മൾ എല്ലായിടത്തും കൂടി വാരി വിതറാണ്. അല്ലെ? കാര്യമില്ലാണ്ട് ഒരു ഷോ ഓഫ്, അതായത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോ ഓഫ് പോലെ കാണിക്കാൻ എന്താണ്? ഇറ്റ്സ് ഓർണമെന്റ് ആണ്. കംസ് ഫ്രം ക്ലോസ് അഫക്റ്റേഷൻ മീനിങ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻസിൻസിയർ ഓർ പ്രെറ്റൻഷ്യസ്. അതെന്താണ്? ഓർണമെന്റിൽ ആവുമ്പോൾ അത് അഫക്റ്റേഷൻ ആയിട്ട് വരിക. ടു മച്ച് സ്റ്റഡീസ് ആവുമ്പോഴോ ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഇസ് സ്ലോത്ത് ആണ് കേട്ടോ. മറന്നുകൊണ്ട് ആ കറക്റ്റ് ടേം ഓർമ്മയാണ്. സ്ലോത്തും അഫക്റ്റേഷനും ആണ്. അടുത്ത് നോക്കാം. ടു മേക്ക് ജഡ്ജ്മെന്റ് ഹോളി ബൈ ദ റൂൾസ് ഇസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. എന്താ? അടുത്ത പോയിന്റ് ആണ്. ഇതൊക്കെ ഇതിൽ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ലൈനും ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഒഴിവാക്കുന്ന ഒറ്റ ലൈൻ നമുക്ക് ഇതിലില്ല. എല്ലാ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോലെ പറയും. ടു മേക്ക് ജഡ്ജ്മെന്റ് ഹോളി ബൈ ദ റൂൾസ് ഇസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. അതിന്റെ മീനിങ് എന്താ? അതായത് നമ്മൾ പഠിച്ച തിയറി മാത്രമേ ശരിയുള്ളൂ എന്ന് വിചാരിച്ചു വെക്കുന്ന ഒരാൾ എന്തെങ്കിലും അയാളൊരു എന്താണ്? ഹ്യൂമർ ഓഫ് എ സ്കോളർ. അയാൾ പറഞ്ഞത് വെച്ചാണ് ഒരു ബേക്കൺ ഇംപ്ലൈസ് ദാറ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഷുഡ് ഓൾസോ ഗൈഡ് ജഡ്ജ്മെന്റ് നോട്ട് ജസ്റ്റ് ബുക്ക് നോളജ്. അതായത് ഒരാൾ ബുക്ക് പഠിച്ചത് അത് മാത്രമാണ് ശരി വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും എന്തല്ല ഒരു ശരിയായ രീതിയല്ല. അത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ടു മേക്ക് ജഡ്ജ്മെന്റ് ഹോളി ബൈ ദ റൂൾസ് ഇസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. എന്താണ്? ഹ്യൂമർ ഓഫ് എ സ്കോളർ ആണ് പറഞ്ഞത്, നമ്മളെ ബേക്കൺ പറയണത്. ഓക്കെ. അടുത്ത നോക്കാം നമുക്ക്. ദേ പെർഫെക്റ്റ് നേച്ചർ ആൻഡ് ആർ പെർഫെക്റ്റഡ് ബൈ എക്സ്പീരിയൻസ്. അടുത്ത പോയിന്റ് ആണ് എന്താണ്? സ്റ്റഡീസ് എന്ത് ചെയ്യണം? അവർ നാച്ചുറൽ എബിലിറ്റീസ്. അല്ലേ? നമുക്കുള്ള ഒരുപാട് നാച്ചുറൽ എബിലിറ്റീസ് ഉണ്ടാവും. അത് എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത്. ആൻഡ് പെർഫെക്റ്റ് ബൈ എക്സ്പീരിയൻസ്. അതിന്റെ കൂടെ എന്ത് വേണം നമുക്ക്? but they in turn are improved when combined with real life experience. This means knowledge and practice should work together. നമുക്ക് ഒരിക്കലും നോളജ് മാത്രം പോരാ, അല്ലെങ്കിൽ പ്രാക്ടീസ് മാത്രം പോരാ, രണ്ടും വേണം നമുക്ക്. അല്ലേ? അതിനോട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചോളി. എന്താണ്? ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഈസ് വേഗം പറയും സമയല്ലേ നമുക്ക്. സ്ലോത്ത് ആണ്. ടു യൂസ് ദം ടു മച്ച് ഫോർ ഓർണമെന്റ് ഈസ് അഫക്റ്റേഷൻ ആണ്. ടു മേക്ക് ജഡ്ജ്മെന്റ് ഹോളി ബൈ ദ റൂൾസ് ഈസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ ആണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അടുത്ത് നോക്കാം. ഫോർ നാച്ചുറൽ എബിലിറ്റീസ് ആർ ലൈക്ക് നാച്ചുറൽ പ്ലാന്റ്സ്, ദേ നീഡ് പ്രൂണിംഗ് ബൈ സ്റ്റഡി. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? ഫോർ നാച്ചുറൽ എബിലിറ്റീസ്. അല്ലെ? നമുക്ക് ഒരുപാട് നാച്ചുറൽ ടാലന്റുകളൊക്കെ ഉണ്ടാവും. അത് എന്ത് വേണം? അതൊരു നാച്ചുറൽ പ്ലാന്റുമായിട്ട് ആരും എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ് കേട്ടോ. അതായത് ബേക്കൺ കമ്പയറിങ് നാച്ചുറൽ എബിലിറ്റീസ്
ടു വാട്ട് നാച്ചുറൽ പ്ലാന്റുമായിട്ട് എന്ത് നമ്മുടെ ബേക്കൺ കമ്പയർ ചെയ്യുന്നത് എന്തിനെ നമ്മുടെ നാച്ചുറബിലിറ്റീസിനെ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് മറന്നു പോകണ്ട കേട്ടോ. ദാറ്റ് നീഡ് പ്രൂണിങ്. അത് എന്ത് വേണം? പ്രൂണിങ് വേണം. അല്ലാതെ ഒരു മരം ഒരു അന്തും അതിൽ അങ്ങനെ വലുതായി പോയി കാണാൻ ഭംഗി ഉണ്ടാവോ? ഉണ്ടാവിടൂ. ഇപ്പൊ ഈ ബുഷ് കണ്ടിട്ടുണ്ടോ? നല്ല നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടോ? അത് കാണാൻ രസാ. അതുപോലെ എന്ത് ചെയ്യണം? നാച്ചുറൽ പ്ലാന്റ് പോലെ അതിനെന്ത് വേണം? പ്രൂണിങ് വേണം. ബൈ വാട്ട്? എന്തുകൊണ്ടാണ് പ്രൂൺ ചെയ്യേണ്ടത്? അത്രയും കൊണ്ടാണോ നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത്? ബൈ സ്റ്റഡി അല്ലേ? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് മറന്നു പോകേണ്ടത്. കാരണം ബേക്കിന്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രിസൈസ് എസ് ആണ്. ഭയങ്കര നമുക്കറിയാം എപ്പിഗ്രമാറ്റിക്സിന്റെ ആളാണ്, എംബ്രിസിന്റെ ആളാണ് അറിയാം നമ്മളെ ബേക്ക് എന്ന് പറഞ്ഞ ആള്. അപ്പോൾ അത്രയും പ്രിസൈസ് അത്രയും അത്രയും വെരി പ്രിസൈസ് സംഭവം ചെയ്തുള്ളൂ നമ്മൾ ബേക്കിന് എഴുതുള്ളൂ. അപ്പൊ അത്രയും പ്രിസൈസ് ആയിരിക്കും. അപ്പൊ ഓരോ ലൈനും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നമുക്ക് എന്തായാലും ഇതിനെ ഒഴിവാക്കാനില്ല. ഓക്കെ. Then and studies themselves do give four directions too much at large except they were bounded by experience. ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. സ്റ്റഡി അലോൺ ക്യാൻ ഗീവ് ഓൺലി ബ്രോഡ് തിയററ്റിക്കൽ അഡ്വൈസ്. എന്താണ് നമുക്ക് സ്റ്റഡി എന്ത് മാത്രമേ ഉള്ളൂ? കുറെ പഠിത്തം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഡയറക്ഷൻസ് ഓർ ടു മച്ച് അറ്റ് ലാർജ് അല്ലേ? ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അഡ്വൈസുകൾ മാത്രമേ തരുള്ളൂ, അല്ലാതെ അപ്പുറത്തൊന്നും തരൂല. അടുത്താണ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്, സിമ്പിൾ മെൻ അഡ്മയർ ദം ആൻഡ് വൈസ് മെൻ യൂസ് ദം. ഇതൊക്കെ ഓർത്ത് വെച്ചോട്ടോ. ക്രാഫ്റ്റി മെൻ പറഞ്ഞോടി കണ്ടം സ്റ്റഡീസ് അല്ലെ? സിമ്പിൾ മെൻ അഡ്മയർ ദം ആൻഡ് വൈസ് മെൻ യൂസ് ദം. ഇതിന്റെ മീനിങ് എന്താ? ക്രാഫ്റ്റി മെൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും? എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയാത്ത ഡിസൈഡ്ഫുൾ പീപ്പിൾ എന്ത് ചെയ്യും? അത് ഡിസ്മിസ് അവർക്ക് വാങ്ങാൻ ഒഴിവാക്കും അല്ലെ? സിമ്പിൾ ഓർ അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ അഡ്മയർ ദം അല്ലെ? വേറെ ചില ആൾക്കാരുണ്ടാവും എഡ്യൂക്കേഷൻ കിട്ടാണ്ട്, പക്ഷെ എഡ്യൂക്കേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഇത് ഈ സ്റ്റഡീസ് അവരുടെ മൈൻഡിൽ എന്തോ വലിയ സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ അഡ്മയർ ചെയ്യും. പക്ഷേ എന്താ ചെയ്യേണ്ടതാണ്? ആൻഡ് വൈസ് പീപ്പിൾ ആക്ച്വലി മേക്ക് പ്രാക്ടിക്കൽ യൂസ് ഓഫ് ദം. അപ്പൊ ഈ വെരി ഇമ്പോർട്ടന്റ് ആണ്. കണ്ടം സ്റ്റഡീസ്, അഡ്മയർ ദം ആൻഡ് യൂസ് ദം കേട്ടോ. ക്രാഫ്റ്റി മെൻ കണ്ടം ചെയ്യുക, സിമ്പിൾ മെൻ എന്ത് ചെയ്യും? അഡ്മയർ ചെയ്യും, വൈസ് മെൻ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? റെഡി ആണോ? ഓക്കെ റൈറ്റ്. Then four, they teach not their own use, but that is a wisdom without them and above them only observation. ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. സ്റ്റഡീസ് alone do not teach us apply knowledge. അതായത് നമുക്ക് എന്ത് വേണം? ഒബ്സർവേഷൻ കൊണ്ട് വേണം എന്നാണ് പറഞ്ഞത് ബേക്കൻ കേട്ടോ. പ്രാക്ടിക്കൽ വിസ്ഡം വിച്ച് കംസ് ഫ്രം ഒബ്സർവേഷൻ എക്സ്പീരിയൻസ് ഈസ് റിക്വയർഡ് ടു നോ ഹൗ ബെസ്റ്റ് യൂസ് ടു ഇസ് വാട്ട് ലേൺ. എല്ലാത്തിനും മുകളിൽ നമുക്ക് എന്താ വേണ്ടത്? വിസ്ഡവും ഒബ്സർവേഷനും. ഇത് രണ്ടും നമുക്ക് എന്ത് വേണം? പ്രാക്ടിക്കൽ വിസ്ഡവും ഒബ്സർവേഷനും ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ സമയം നമുക്ക് നേടാൻ കഴിയുള്ളൂ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഒക്കെ മറന്നുകൊണ്ട്. ഫോർ ദേ ടീച്ച് നോട്ട് ദെയർ ഓൺ യൂസ് ബട്ട് ദാറ്റ് ഈസ് എ വിസ്ഡം വിത്തൗട്ട് ദം ആൻഡ് അബവ് ദം ഓൺ ബൈ ഒബ്സർവേഷൻ. വിസ്ഡവും ഒബ്സർവേഷനും വേണം. എന്തിന്റെ കൂടെ വേണം ഒബ്സർവേഷൻ? നമുക്ക് എന്തിന്റെ കൂടെ? സ്റ്റഡീസിന്റെ കൂടെ കേട്ടോ, മറന്നു പോകണ്ട. അടുത്തതാണ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതിൽ എല്ലാ പോയിന്റ് ഇമ്പോർട്ടൻറ്റ് ഒഴിവാക്കാനില്ല. റീഡ് നോട്ട് ടു കോൺട്രാഡിക്ട് ആൻഡ് കൺഫ്യൂട്ട്, not to believe and take for granted, not to find, talk and discourse, but to weigh and consider. എന്തിനാണ് സ്റ്റഡീസ്? റീഡ് നോട്ട് ടു കോൺട്രാക്ട് ആൻഡ് കൺഫ്യൂട്ട് എന്ന് പറഞ്ഞതാ. അതായത് നമ്മൾ പഠിക്കാൻ എന്തല്ല, നമ്മൾ വെറുതെ മറ്റുള്ളവർ കച്ചറ ഉണ്ടാകാൻ, മറ്റുള്ളവർ സിംപ്ലി ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. നോട്ട് ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻഡ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചോ അത് അതേപോലെ എടുക്കാന്നുള്ള വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്ത് പഠിക്കുന്നത്. നോട്ട് ടു ഫൈൻഡ്, ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ്, അതല്ല. പിന്നെന്തല്ല, നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി നമ്മള് ഇത് കാണിക്കല്ലോ, ഞാൻ അത്ര പഠിച്ചു ഒരു ഷോ ഓഫ് കാണിക്കല്ലോ, അതിന് വേണ്ടിയല്ല പഠിക്കുന്നത്. ബട്ട് വാട്ട്? ബട്ട് ടു വെയ് ആൻഡ് കൺസിഡർ അല്ലേ? വി ഷുഡ് റീഡ് thoughtfully to evaluate and reflect on ideas. ക്ലിയർ ആണോ? റീഡ് നോട്ട് ടു കോൺട്രാക്ട് ആൻഡ് കൺഫ്യൂട്ട്, നോട്ട് ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്, നോട്ട് ടു ഫൈൻഡ്, ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ്, ഓൺലി ടു വെയ് ആൻഡ് കൺസിഡർ. അപ്പൊ ഈ 3 പോയിന്റും ഓർത്തു വെക്കണം. നമ്മൾ പഠിക്കുന്ന എന്തിനല്ല, നമ്മൾ കോൺട്രാക്ട് കൺഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച സംഭവം അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ ഫൈൻ, ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ് നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ഫോർ വാട്ട്? ടു വെയ് ആൻഡ് കൺസിഡർ അല്ലെ? ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇതേപോലെ സെയിം ചോദിക്കാൻ ഒരു മാറ്റം ഇതേപോലെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കറക്റ്റ് ഓർത്ത് വെച്ചോണ്ട് മറന്നു പോകണ്ട. അതെ, some books are to be tasted, others to be swallowed and some others to be chewed and digested. ഇതിലൊക്കെ അറിയുന്ന പോയിന്റ് തന്നെയാണ്, പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. ചില ബുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മതി. ചില ബുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വിഴുങ്ങേണ്ടി വരും. ചില ബുക്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ലോണം ചവച്ചരച്ച് കഴിക്കേണ്ടി വരും അല്ലെ? ദാറ്റ് ഈസ് സം ബുക്സ് ആർ ടു ബി റീഡ് ഓൺലി ഇൻ പാർട്സ്. ഇതാണ് ആദ്യം പറഞ്ഞത്. എന്താണ് ടേസ്റ്റ് എന്ന് ഉദ്ദേശം കേട്ടോ. സം ബുക്സ് ആർ ബെസ്റ്റ് റെഡ് ഇൻ സെക്ഷൻസ് rather than cover to cover as they may not require full attention. ചില ബുക്ക് എന്ത് മതി? നമുക്ക് ഫുൾ അറ്റൻഷന്റെ ആവശ്യം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി?
അതായത് ടേസ്റ്റ് അല്ലെങ്കിൽ പാർട്സ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഫുള്ളായിട്ട് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അതാണ് എന്ത് ടേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് സം ബുക്സ് ആർ ടു ബി റെഡ് ഓൺലി ഇൻ പാർട്സ്, ദെൻ others to be read but not curiously. Other books can be read entirely but don't need detailed scrutiny or deep analysis. And some few to be read wholly with diligence and attention. But the last point where the some few to be chewed and digested. Okay. A small number of books deserve to be read thoroughly with full focus and care as they offer the most valuable insights. So, and some few to be read wholly and with diligence and attention. The book few to be chewed and digested എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. But some books also may be read by deputy and extracts made by them by others. ഇപ്പോൾ ഉദ്ദേശം എന്താണ്? ചില ബുക്ക് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്തെടുത്താൽ മതിയാകും? എന്ത് മതിയാകും? അതിന്റെ സമ്മറീസ് മതിയാവും. അതിന്റെ വേറെ കൂടുതൽ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അടുത്തതാണെങ്കിലോ ബട്ട് ദാറ്റ് വുഡ് ബി ഓൺലി ഇൻ ദ ലെസ് ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ്സ് ആൻഡ് ദ മെയിൻ സോർട്ട് ഓഫ് ബുക്സ് അല്ലെ. പക്ഷെ എല്ലാ ബുക്കിനും പറ്റില്ല, ചില ബുക്കുകൾക്ക് അത് പോസിബിൾ ആണ് ആ സംഭവം. എൽസ് ഡിസ്റ്റിൽഡ് ബുക്സ് ആർ ലൈക്ക് കോമൺ ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് ഫ്ലാഷി തിങ്സ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചില ബുക്കുകൾ എന്തേക്കാരം സമ്മറൈസ് ഓർ ഡിസ്റ്റിൽഡ് വേർഷൻസ് ഓഫ് മോർ വാല്യബിൾ ബുക്സ് ലാക്ക് സബ്സ്റ്റൻസ് സിമിലർ ടു ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് എന്താ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്താടോ? പ്യൂരിഫൈഡോ? പ്യൂരിഫൈഡ് ഒന്നുമല്ല. കോൺസെൻട്രേറ്റർ അല്ലാത്താണോ? അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിലെ സംഭവങ്ങളൊക്കെ, അതായത് സമ്മറീസ് ഓഫ് ഡിസ്റ്റിൽഡ് വേർഷൻസ് ഓഫ് ബുക്സ് ആണ്. അതിൽ ആവശ്യമുള്ള സംഭവങ്ങൾ മൊത്തം ഇപ്പൊ നമ്മള് പ്യൂരിഫൈഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു ബുക്ക് നമ്മൾ പ്യൂരിഫൈഡ് മുന്നേ എന്തേക്കാരം, ഒരു വാട്ടർ പ്യൂരിഫൈഡ് മുന്നേ എന്തേക്കാരം, അത് എല്ലാ സംഭവങ്ങളും അതിൽ ബാക്ടീരിയാസും എല്ലാം ഉണ്ടാവില്ല അതില്. പക്ഷെ നമ്മൾ പ്യൂരിഫൈ കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അതൊക്കെ ഇത് പോയി. അതുപോലെ എന്ത് ഡിസ്റ്റിൽഡ് ബുക്സ് എന്ന് പറഞ്ഞത്. ഡിസ്റ്റിൽഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരും ഉണ്ടാക്കിയ സമ്മറീസ് ആണ്, അവരെല്ലാം എടുത്തോന്നില്ല. അപ്പൊ അവിടെ ആര് പറഞ്ഞത്? ബേക്കൻ പറഞ്ഞത് summaries or distilled version of more valuable books lack substance similar to distilled water, which is clear but bland. Bacon says that important books lose their richness when reduced to simpler summaries. Reading make art. The very, very important point. Reading make a full man, conference a ready man, and writing exact man. ഇതൊരു പോയിന്റ് ഒഴിവാക്കാല്ലേ നമുക്ക്. ഇതിലെല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പോയിന്റും നമുക്ക് ആവശ്യമുള്ളതുമാണ്, എല്ലാ പോയിന്റും നമുക്ക് പഠിക്കാനുള്ളതുമാണ്. ഒറ്റ പോയിന്റ് നമുക്ക് ഒഴിവാക്കാനില്ല, എല്ലാ പോയിന്റും നമുക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ ടേംസ്. ഓക്കെ. അപ്പൊ റീഡിങ് എന്ത് ചെയ്യും? എന്താ മനസ്സിലാക്കുക? വേഗം പറഞ്ഞോടി, സമയമില്ല നമുക്ക്. റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് ആൻഡ് എക്സാക്ട് മാൻ. ഇത് കറക്റ്റ് ഓർത്തുകയാണ്. റീഡിങ് എ ഫുൾ മാൻ, കോൺഫറൻസ് റെഡി മാൻ, റൈറ്റിംഗ് ആൻഡ് എക്സാക്ട് മാൻ. റീഡിങ് ബ്രോഡൻ ഓൺസ് നോളജ് അല്ലെ. റീഡിങ് എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ ഒരു ബ്രോഡൻ, ഒരു നല്ല മനുഷ്യൻ, ഒരു ഫുൾ മാൻ ആക്കി മാറ്റും അല്ലെ. ഡിസ്കഷൻ ആണെങ്കിലോ മിക്സ് ഓൺ ക്വിക്ക് ആർട്ടിക്കുലേറ്റ്, റെഡി മാനോ അല്ലെ. കോൺഫറൻസ് എന്താ? ഒരു മനുഷ്യൻ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, റെഡി ഉണ്ടാവും, പറയാൻ സംഭവം അയാൾ റെഡി ആയിട്ടുണ്ടാവും. ആൻഡ് റൈറ്റിംഗ് ആണെങ്കിലോ ഒരാളെ പ്രൊസിഷനും ക്ലാരിറ്റി ഒക്കെ എപ്പോഴും റെഡി ആക്കി എടുക്കാൻ പറ്റും. എക്സാക്ട് മാൻ. അപ്പൊ ഇത് മറന്നു പോയത്. റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ, കോൺഫറൻസ് റെഡി മാൻ, മേക്ക് റൈറ്റിംഗ് എക്സാക്ട് മാൻ. മറന്നു പോയത് കേട്ടോ, ഇപ്പോൾ ഓർമ്മ വേണേ. അടുത്ത് നോക്കാം നമുക്ക്. And therefore if a man write little he had great memory. Very important ആണ് കേട്ടോ. ഇതൊന്നും ഒഴിവാക്കലാണ് സത്യം പറഞ്ഞാൽ. If a person doesn't write often they will need a strong memory to retain details and organize thoughts as writing help fix ideas അല്ലേ. ഒരു മനുഷ്യന് കുറച്ച് എഴുതുന്നുള്ളെങ്കിൽ എന്താണ് അതിന് മീനിങ്? എന്താ? he had need have great memory അല്ലേ. നമുക്ക് മെമ്മറിയിൽ നമ്മൾ ഇന്ന് മൊത്തം എഴുതിയിരിക്കുന്നതുകൊണ്ടല്ലേ നമ്മളൊക്കെ മറന്നു പോയി നമ്മൾ മൊത്തം നോട്ട്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് എഴുതുന്നുള്ള അതിന് മീനിങ് എന്താണ്? അയാൾക്ക് നല്ല മെമ്മറി പവർ അതിന്റെ മീനിങ് കേട്ടോ, മറന്നുകൊണ്ട. ഇഫ് ഹി കൺഫർ ലിറ്റിൽ ഹി ഹാഡ് നീഡ് ഹാവ് എ പ്രസന്റ് വിത്ത്. ഇതിന്റെ മീനിങ് എന്താ? ഒരാൾ ഡിസ്കഷൻസിൽ ഏർപ്പെടുന്ന കുറവാണെങ്കിൽ എന്താണ് അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് എന്താ ഉള്ളത്? ഇഫ് ദി ക്വിക്ക് മൈൻഡ് അല്ലെ. അതായത് അയാള് പോസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആളാണ്, അയാൾ എന്താണ്, അയാൾക്ക് ഒരു വിറ്റ് ഉണ്ട്, അയാൾക്ക് പ്രസന്റ് വിത്ത് ടു തിങ്ക് ഓൺ ദെയർ ഫീറ്റ് ആൻഡ് റെസ്പോണ്ട് എഫക്റ്റീവ്ലി. അയാൾ കാര്യമാണ് വായിട്ടിളക്കൂല, ആളെ ചിന്തിച്ചിട്ട് വർത്താൻ പാടുള്ളൂ. അതാണ് എന്ത്? ഇഫ് ഹി കോൺഫർ ലിറ്റിൽ ഹി ഹാഡ് നീഡ് ഹാവ് എ പ്രസന്റ് വിത്ത്. And if he read little, he had need have much cunning to seem know that he doth not. That's the important point ആണ്. If a man write little എന്താണ്? To have great memory ഉണ്ടാവും. If a man confer little അല്ലെങ്കിൽ discuss little എന്താണ്? He had need have a present wit ആണ് കൊടുക്കുന്നത്. അടുത്തതാണ് and if he read little, he had need have much cunning to seem to know that he doth not. If someone ഏത് അതന്നെ ഒരാൾ ഇങ്ങനെ കാര്യമില്ലാണ്ട് വായിട്ടലക്കുന്നില്ലെങ്കിൽ, കോൺഫറൻസ് പറഞ്ഞാൽ എന്താണ്, ഡിസ്കഷനിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും?
അത് പ്രശ്നം വിറ്റ് ഉണ്ടാവും, ആ ഒരു ഇന്റലിജന്റ് പവർ ഉണ്ടാവും. അതെന്താ വെച്ചാൽ അയാള് എന്ത് ചെയ്യില്ല, അയാൾ സംസാരം മുന്നേ എന്ത് ചെയ്യും, അയാൾ ചിന്തിക്കും, ടു തിങ്ക് ഓഫ് ഓൺ ദർ ഫീറ്റ് ആൻഡ് റെസ്പോണ്ട് എഫക്റ്റീവ് അല്ലേ. അയാൾ കാലിലാണെങ്കിൽ വായിട്ട് ഇളക്കൂല, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പ്രിസൈസ് ആയിട്ട് പറയുള്ളൂ എന്ന് അർത്ഥം. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത പോയി നോക്കാം. ഇഫ് സംവൺ റീഡ്സ് വെരി ലിറ്റിൽ ദേ വിൽ നീഡ് ക്ലവർനെസ്, കണ്ണിങ് ടു അപ്പിയർ നോളജബിൾ അബൌട്ട് സബ്ജക്ട്സ് ദേ ഹാവൻ ആക്ച്വലി സ്റ്റഡി. എന്താണ്, വളരെ കുറച്ച് സംഭവം പഠിക്കുന്നുണ്ടെങ്കിൽ ദേ വിൽ നീഡ് ക്ലവർനെസ്, അല്ലെ, കണ്ണിങ് ആയിരിക്കും, ടു അപ്പിയർ നോളജബിൾ അബൌട്ട് സബ്ജക്ട് ദേ ഹാവൻ ആക്ച്വലി സ്റ്റഡീഡ്. അടുത്ത പോയിന്റ്, ഹിസ്റ്ററീസ് മേക്സ് മെൻ വൈസ്, പോയിറ്റ്സ് വിറ്റി ആൻഡ് മാത്തമാറ്റിക്സ് സബ്റ്റിൽ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹിസ്റ്ററീസ് എന്ത് ചെയ്യും, ഹിസ്റ്ററി പഠിക്കുന്ന ആളെ മനുഷ്യൻ എന്താക്കുക, റീഡിങ് ഹിസ്റ്ററി ഡെവലപ്സ് വിസ്ഡം, വൈസ് ആക്കും മനുഷ്യൻ അല്ലെ. പോയിറ്റ് ആണെങ്കിലോ പോയട്രി പെർഹാപ്സ് വിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, നമുക്ക് വിറ്റും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി തരും. ആൻഡ് മാത്തമാറ്റിക്സ് ആണെങ്കിലോ ഇത് സബ്റ്റിൽ പ്രിസൈസ് തിങ്കിങ് അല്ലെ, നമ്മൾ സബ്റ്റിൽ ആക്കി നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവരും, മറന്നു പോകണ്ട കേട്ടോ. അടുത്തത് നാച്ചുറൽ ഫിലോസഫി, ഡീപ്പ്, മോറലി ഗ്രേവ്, ലോജിക് ആൻഡ് റിട്ടറിക്, ഏബിൾ ടു കോണ്ടന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ നാച്ചുറൽ ഫിലോസഫി നമ്മൾ എന്താക്കുക, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, സയൻസ് പഠിച്ചാൽ നമുക്ക് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും അല്ലെ. മോറൽ ഫിലോസഫി ആണെങ്കിലോ ഇൻസിൽ സീരിയസ്നെസ്, നമ്മൾ മോറലി സംഭവം എന്താ പറ്റും, നമുക്ക് നമ്മളെ ഗ്രേവ് ആക്കി എടുക്കും കേട്ടോ. മോറൽ പഠിച്ചാൽ എന്താ നമ്മൾ ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു സീരിയസ്നെസ് വരും. ആൻഡ് ലോജിക് ആണെങ്കിലോ, ലോജിക് റിട്ടറിക് ആണെങ്കിലോ ഏബിൾ ടു കോണ്ടന്റ് അല്ലെ, ഫോർ ഡിബേറ്റ് ആൻഡ് പെർസീവ് ആർഗ്യുമെന്റ്. ഒക്കെ ഇമ്പോർട്ടന്റ്, ഓരോ ലൈനും വെരി വെരി ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ഓരോ ലൈനും കേട്ടോ. ഒറ്റ ലൈനും വിട്ടുപോകാൻ നമുക്ക്, എല്ലാ ലൈനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഒക്കെ മറന്നു പോകരുത്, ഓർമ്മയിലുണ്ടാവണം. അപ്പൊ മറന്നു പോകണ്ട. അപ്പൊ എന്താണ്, നാച്ചുറൽ ഫിലോസഫി എന്താക്കും, മനുഷ്യൻ എന്താക്കുക, ഡീപ്പ് പഠിച്ച ഡീപ്പാക്കും, മോറൽ പഠിച്ച എന്താക്കും, ഗ്രേവ് ആക്കും, ലോജിക് ആൻഡ് റിട്ടറിക് പഠിച്ച എന്താക്കും, ഏബിൾ ടു കണ്ടന്റ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇത് പറയുന്നുണ്ട്, ഒരു ലാറ്റിൻ ഫ്രേസ് പറയുന്നുണ്ട്, അബ്യൂൺ സ്റ്റഡി ആൻഡ് മോർ സ്റ്റഡീഡ് പാസ് ഇൻ ടു ആൻഡ് ഇൻഫ്ലുവൻസ് സ്പാനിഷ് ഓഫ് സ്റ്റഡീസ് ഷോ അപ്പ് ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ മീനിങ് വാട്ട് വി ലേൺ ഇൻഫ്ലുവൻസ് ഹൂ വി ബിക്കം. ഇതൊരു ലാറ്റിൻ ഫ്രേസ് ആണ് കേട്ടോ. അത് വേണം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഭാവിയിൽ നമ്മളെ മാറ്റി മറിക്കുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് നോക്കാം. There is no stone or impediment in the wit but may be wrought off or by fit studies. Any weakness or limitation in the mind can be improved to the right type of study, just as a specific exercise benefit over body. നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ എന്തില്ല, നമുക്ക് ഈ എന്താ പറയാ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി വീക്ക്നെസ് ഓർ ലിമിറ്റേഷൻ ഇൻ ദ മൈൻഡ് ക്യാൻ ബി ഇംപ്രൂവ് ത്രൂ ദ റൈറ്റ് ടൈപ്പ് ഓഫ് സ്റ്റഡി. നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. അത് ജസ്റ്റ് എ സ്പെസിഫിക് എക്സസൈസ് ബെനിഫിറ്റ് ഫോർ ദ ബോഡി. അത് അയാൾ കമ്പയർ എന്തുമായിട്ടാണ്, ഓൾ ബൈ ഫിറ്റ് സ്റ്റഡീസ് അല്ലേ. അതായത് നമുക്ക് എന്തെങ്കിലും മൈൻഡിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് ഒരു ഡിസീസ് വരുന്ന പോലെ അത് എങ്ങനെയാണ് മാറ്റുന്നത്, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം പറ്റാൻ പറയുന്നത് നമ്മുടെ ഇയാൾ പറഞ്ഞത്. Like as disease of the body may have appropriate exercise, just as physical ailments can be treated with suitable exercise, mental obstacles can be overcome with target studies. That's very important. Bowling is good for the stone and brains. ഓർത്തുവെച്ചോളി, ബൗളിംഗ് എന്തിനാണ് ഗുണം ചെയ്യുക, നമ്മുടെ സ്റ്റോണിനും നമ്മുടെ റെയിൻസിനും അല്ലെ, നമ്മുടെ കിഡ്നിക്കാണ് എന്ത് ബൗളിംഗ് നല്ലത്. ദെൻ ഷൂട്ടിംഗ് ആണെങ്കിലോ, ഷൂട്ടിംഗ് എടുക്കുക ലങ്സിനും ബ്രസ്റ്റിനും, gentle walking for the stomach, riding for the head and the leg. ഓക്കെ, മറന്നു പോകണ്ട. ബൗളിംഗ് എന്തിനാണ്, റെയിൻസിനും കിഡ്നിക്കാണ്. ഷൂട്ടിംഗ് എന്തിനാണ്, ലങ്സിനാണ്, ലങ്സിനും ബ്രസ്റ്റിനും. ഷൂട്ടിംഗ് ജെന്റിൽ വാക്കിംഗ് ഫോർ ദ സ്റ്റൊമക്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. സോ ഇഫ് എ മാൻസ് വിത്ത് ബി വാണ്ടറിംഗ് ലെറ്റ് ഹിം സ്റ്റഡി മാത്തമാറ്റിക്സ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു മനുഷ്യന്റെ മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് പഠിക്കാൻ പറയണത്, മാത്തമാറ്റിക്സ് പഠിക്കാൻ ആൾ പറഞ്ഞത് ബേക്കം അഡ്വൈസ് ചെയ്യുന്നത്. For in demonstrations, if his wit be called away, never see little, he must be again അല്ലേ. എന്താ വെച്ചാൽ മാത്തമാറ്റിക്സിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് പോയിട്ട് ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല, നമ്മൾ എന്തിനും പിന്നെ ഫസ്റ്റ് തുടങ്ങണ്ടേ. മാത്തമാറ്റിക്സ് റിക്വയർസ് സ്ട്രിക്ട് ഫോക്കസ്, even a slight distraction forces on start over. This discipline trains the mind to stay focused. മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് മൈൻഡ് ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം മാത്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നല്ല ഫോക്കസ് ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. ഇഫ് ഹിസ് വിറ്റ് ബി നോട്ട് ആപ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ഫോർ ഫൈൻ ഡിഫറൻസ് ലെറ്റ് ഹിം സ്റ്റഡി ഓഫ് സ്കൂൾമെൻ ഇഫ് ദെയർ സ്റ്റിമുലി സെക്ടേഴ്സ്. ഓക്കെ, ഇതാണ്. ഇഫ് സംവൺ സ്ട്രഗിൾ വിത്ത് അനലൈസിംഗ് ഫൈൻ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഫൈൻഡിങ് സബ്റ്റിൽ ഡിഫറൻസ്, ഇഫ് ഹിസ് വിറ്റ് ബി നോട്ട് ആപ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ഫോർ ഫൈൻ ഡിഫറൻസ്. ഒരാൾക്ക് എന്താ പറ്റില്ല, ഡിഫറൻസുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ എന്ത് പഠിക്കേണ്ടത്,
let him study the schoolmen. Schoolmen എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളാണോ? സ്കൂൾമെൻ എന്ന് പറഞ്ഞാല് അല്ല, ആരാണ്? Medieval ആ, scholars. അതായത് മിഡീവൽ സ്കോളേഴ്സിനാണ് പറയുന്നത് സ്കൂൾമെൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിഡീവൽ സ്കോളേഴ്സ് നോൺ ഫോർ ദ ഡീറ്റെയിൽഡ് ഓപ്പൺ ഇൻട്രിക്കറ്റ് വിത്ത് ഹെൽപ്പ്. ഇവിടെ പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ഹെയർസ് ആണ്. സിമിലിംഗ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുടി കീഴ് പരിശോധിക്കുമല്ലോ, മുടി കീഴ് പരിശോധിക്കാൻ എന്താ, മുടിനാരികളെ നോക്കി പരിശോധിക്കുമല്ലോ, അതാണ് പറയുന്നത് സിമിലിംഗ് സെക്ടേഴ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റേഴ്സ് ഓഫ് ഹെയർസ് കേട്ടോ. ദേ വർ നോൺ ഫോർ ദിസ് പ്രിസൈസ് ഓൾമോസ്റ്റ് ഹെയർ സ്പ്ലിറ്റിംഗ് ആർഗ്യുമെന്റ്സ്. If he be not apt to beat all matters and to call upon thing to prove unlisted, another let him study the lawyer's case. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എക്സാം ഇഷ്യൂസ് ത്രോലി ഓർ എക്സാം ഇഷ്യൂസ് സപ്പോർട്ട് പോയിന്റ്. ഒരാൾക്ക് എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പോയിന്റ് കറക്റ്റ് ഒരാൾക്ക് പറഞ്ഞു കഴിയുന്നില്ലെങ്കിൽ ലെറ്റ് ഹിം ഗോ ആൻഡ് സ്റ്റഡി ദ ലോയേഴ്സ് കേസ്. അല്ലേ? സ്റ്റഡി ലീഗൽ കേസ് ഇൻ ഹെൽപ്പ്. ലോയേഴ്സ് യൂസ് എക്സാമ്പിൾസ് ഇൻ precedents to make their arguments clear and persuasive. So every defect of the mind may have a special receipt. എന്തുണ്ട്? എല്ലാ മനസ്സിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്തുണ്ട്? ഒരു എന്തുണ്ടോ അപ്പുറത്ത് എന്തുണ്ട്? ഫോർ എവറി വീക്ക്നെസ് ഓർ ഡിഫക്ട് ഇൻ ദ മൈൻഡ് ദർ ഈസ് എ സ്പെസിഫിക് റെമഡി ഓർ റെസീപ്റ്റ്. ഇതാണ് പറയുന്നത് നമ്മുടെ അത് പറഞ്ഞത് ഓഫീസേഴ്സ് ബേസിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം, മറന്നു പോകണ്ട. സ്റ്റഡീസ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെന്റ്, ഫോർ എബിലിറ്റി. പിന്നെയോ ഡിലൈറ്റിലുള്ള ചീഫ് യൂസ് എന്താണ്? പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിംഗ്. ദെൻ ഫോർ ഓർണമെന്റിലാണെങ്കിലോ Discourse. is in discourse. For ability, judgment and disposition of business. For expert man can execute. പക്ഷെ ആർക്ക് വേണം? ജനറൽ കൗൺസിലിനും ആൻഡ് ദ പ്ലോട്ട്സ് ആൻഡ് മാർഷലിംഗ് ഓഫ് അഫയേഴ്സ് എന്ത് വേണം? ആർക്ക് പറ്റുള്ളൂ? കം ബെസ്റ്റ് ഫ്രം ദോസ് ദാറ്റ് ആർ ലേൺഡ്. To spend too much time in studies, sloth. To use them too much for ornament is affectation. അറിഞ്ഞുകൊണ്ട് to make judgment wholly by the rules is the humor of a scholar. Then അടുത്തത് their perfect nature and perfect for natural abilities are like natural plants that need pruning by study. Then അടുത്ത എന്താണ്? Crafty men condemn studies, simple men admire them, wise men use them. മറന്നുകൊണ്ട for they teach not their own roots but that the wisdom by observation. ഒരാൾക്ക് സ്റ്റഡീസ് മാത്രം മതിയോ? അപ്പോൾ ഒരാൾക്ക് എന്നൂടെ വേണം, he need wisdom and ഒബ്സർവേഷൻ കൂടെ വേണം. അതൊക്കെ എന്നിട്ടുള്ളൂ കറക്റ്റ് കിട്ടുള്ളൂ. സാറേ, പിന്നെ ജനറൽ കൗൺസിൽ പ്ലോട്ട് ആ പോയിന്റും അതുപോലെ റീഡിംഗ് നോട്ട് കൺസ്ട്രെയിൻഡ് ആൻഡ് കൺഫ്യൂട്ട് ആ പോയിന്റ് ഒന്നും പറയോ? ഇതോ? അല്ല സാറ് പറഞ്ഞത് എനിക്കറിയില്ല. നോട്ട് ടു കൺസ്ട്രെയിൻഡ് ആൻഡ് കൺഫ്യൂട്ട്, നോട്ട് ബിലീവ് കൺഫ്യൂട്ട് ആണ്. ഞാൻ പറയാം. അതായത് എന്തല്ല നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, നോട്ട് ടു കോൺട്രാഡിക്ട് ആൻഡ് കൺഫ്യൂട്ട്. നമ്മൾ ഒരാളുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, റീഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നോട്ട് ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻഡ്. നമ്മൾ എന്ത് പഠിച്ചോ അതേപോലെ എടുക്കാൻ വേണ്ടിയില്ല പഠിക്കുന്നത്. നമ്മൾ നോട്ട് ടു ഫൈൻഡ് ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ്. നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, നമ്മൾ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എന്തിനു വേണ്ടി പഠിക്കുന്നത് നമ്മൾ? ബട്ട് ടു വെയ് ആൻഡ് കൺസിഡർ. എന്തിനു വേണ്ടിയിട്ടാ? വി ഷുഡ് റീഡ് തറോലി ടു ഇവാലുവേറ്റ് ആൻഡ് റിഫ്ലക്ട് ഓൺ ഐഡിയാസ്. നമുക്ക് കിട്ടിയ ഐഡിയാസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വെയ് ചെയ്യാനും ആൻഡ് കൺസിഡർ ചെയ്യാനും എന്തിനാണ് പഠിക്കുന്നത്. ക്ലിയർ ആയപ്പോ? അതായത് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച് അതുപോലെ അതേപോലെ എടുക്കാൻ വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പകരം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഫോർ ബട്ട് ടു വെയ് ആൻഡ് കൺസിഡർ എന്നുള്ളത്. ഓക്കെ, അടുത്തത് സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. സോലോട് പറയുന്ന പോയിന്റ് അതിന്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് സം ബുക്സ് ആർ ടു ബി read only in parts and some few to be read wholly and with diligence and attention. അടുത്തത് else distilled to books are like common distilled to water. So പറഞ്ഞ പോയിന്റ് ആണ്. റീഡിംഗ് മേക്ക് എ full man. Conference a ready man and writing exact man. Okay, right. If a man write little, if a man write little എന്തുണ്ടാക്കി കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ കറക്റ്റ് കിട്ടും. കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ മതി. അടുത്തതോ ഇഫ് യു കൺഫർ ലിറ്റിൽ എന്തുണ്ട്? പ്രശ്നം വിറ്റ് ഉണ്ട് അല്ലെ. ഇഫ് യു റീഡ് ലിറ്റിൽ മച്ച് കണ്ണിങ് അങ്ങ് ഓർത്തുവെച്ചാൽ കേട്ടോ. അപ്പൊ കണ്ണിങ് ആർക്ക്? റീഡ് ലിറ്റിന് കണ്ണിങ്, കൺഫർ ലിറ്റിന് പ്രശ്നം വിറ്റ്, റൈറ്റ് ലിറ്റിന് ഗ്രീറ്റ് മെമ്മറി. ഹിസ്റ്ററി മേക്ക് മാൻ വൈസ്, പോയിറ്റ്സ് വിറ്റി, മാത്തമാറ്റിക്സ് സബ്റ്റിൽ, നാഷണൽ ഫിലോസഫി ഡീപ്പ്, മോറല് ഗ്രേവ്, റെട്ടറിക് ലോജിക്കൽ റെട്ടറിക്
able to content. Okay. Then Abiyun study in Morris. ചിലപ്പോ ഈ ഫ്രേസ് ഇതേപോലെ തന്നിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഫ്രേസ് ഇതേപോലെ തന്നിട്ട് ഇത് ഏതെന്നാ ചോദിക്കും. അല്ലെങ്കിൽ ഇത് ഏത് ഫ്രേസ്, ഇത് ഏത് ഇതിലുള്ള ലാംഗ്വേജിലുള്ള ലാറ്റിൻ ലാംഗ്വേജിലുള്ള ഫ്രേസ് ആണ്. ഇതിന്റെ മീനിങ് എന്താ? സ്റ്റഡീസ് ഹെൽപ്പ് മോർ ഷേപ്പ് ഓഫ് ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ, മീനിങ് വാട്ട് വി ലേൺ ഇൻഫ്ലുവൻസ് ഹൂ വി ബിക്കം. അല്ലെ, നമ്മൾ എന്ത് പഠിച്ചു നമ്മൾ എന്ത് ചെയ്യും, എന്താ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിനടുത്ത് പറഞ്ഞത് ബൗളിംഗ് എന്തിനാ നല്ലത്? നമ്മളെ സ്റ്റോൺ ആൻഡ് റെയിൻസിനാണ് ബൗളിംഗ് നല്ലത്. ഷൂട്ടിംഗ് നല്ല എന്തിനാ? ലങ്സും ബ്രസ്റ്റും ഷൂട്ടിംഗ് നല്ലതാണ്. ജെന്റൽ വാക്കിംഗ് നല്ലത്, ജെന്റൽ വാക്കിംഗ് ഫോർ സ്റ്റൊമക്ക്. റൈഡിങ്ങോ ഹേർട്ട്. Then if a man's would be wandering rather mathematics. If his wit be not apt to distinguish differences, schoolmen പഠിക്കുമ്പോൾ അത് ഓർത്ത് വെക്കണേ. സെമിനൽ സെക്ടേഴ്സ് ഓർത്തുണ്ടോ? സെമിനൽ സെക്ടേഴ്സ് ഓർത്ത് വെക്കണേ. സ്പ്ലിറ്റിംഗ് ഓഫ് ഹെയർസ് മറന്നു പോണ്ട. അടുത്തത് if he be not apt to beat over matters, let him study lawyers cases. Okay, so every defect of the man, every defect of the mind may have the special feature. ഇത്രയാണ് നമ്മുടെ ഓഫ് സ്റ്റഡീസിന്റെ എന്ത് കോട്ടിങ്സ്. ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്ത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഇത് വൃത്തികേട് പഠിക്കുക ചെയ്യാം. ഓക്കെ. ട്രംപറ്റ് ക്ലബ്ബ് വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേടോ? സർ, പോയട്രീന്റെ ഫസ്റ്റ് റിവിഷൻ ക്ലാസിന്റെ ലിങ്ക് ഇട്ട് തരുമോ? അത് എല്ലാവർക്കും കാണാൻ പറ്റുമോ ആപ്പില്? ആപ്പിലുണ്ടല്ലോ, ലിങ്ക് ഉണ്ടല്ലോ. റിവിഷൻ റിവിഷൻ ഫോൾഡറിലുണ്ടാവും. ആപ്പ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമോ? ആപ്പ് എല്ലാവരും ആക്സസ് ഇല്ല. നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. അല്ല സർ, ലിങ്ക് ഇട്ട് തരാറില്ലേ? അത് ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കണ്ടൂടെ? ഏത് ബാച്ച് അഡ്മിഷനുള്ളത്? ഞാന് എക്സാമും പിന്നെ റിവിഷനും. നമുക്ക് ആപ്പ് ഉണ്ടാവുമല്ലോ. ആപ്പ് ആക്സസ് ഉണ്ട് കേട്ടോ. അപ്പൊ ചോദിച്ചാൽ അയച്ചുതരാം. വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചുതരാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റിവിഷൻ കേട്ടില്ലല്ലോ, അത് നമ്മള് പെടാൻ ചെയ്തുതരാം കേട്ടോ. 4 മിനിറ്റ് മാക്സിമം തീർക്കാം നമുക്ക്. മറ്റേ നോട്ട്സിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നോട്ട്സിന്റെ കാര്യം, നോട്ട്സ് മിക്കവാറും കിട്ടാൻ സാധ്യത കുറഞ്ഞത് മാക്സിമം നിങ്ങൾ PDF വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇനിയിപ്പോ ഈ സമയത്ത് നോട്ട്സ് ഒക്കെ നമ്മൾ ലിങ്കിൽ ഉണ്ട് അതിന്റെ. ജസ്റ്റ് ഒക്കെ 4-5 പേജ് കുഞ്ഞു കുഞ്ഞു നോട്ട്സുകളേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് PDF വെച്ച് വായിച്ചിട്ട് അതിന് ഷോർട്ട് നോട്ട് പഠിക്കുക കേട്ടോ. ഇനിയിപ്പോ ഈ സമയം നോട്ട്സ് അയക്കുക പറഞ്ഞാൽ വലുത് നോട്ട്സ് മൊത്തം അയച്ചു നിൽക്കില്ലേ? ഏത്? ഇല്ല, അത് നമ്മൾ സൈക്കോ എടുക്കുന്ന സമയം എടുക്കും കേട്ടോ. പിന്നെ സാർ, മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് നമ്മൾ എടുത്തില്ലല്ലോ. സാർ എടുത്തോ? ഇല്ലല്ലോ. ഇല്ല, മോഡേൺ ഇംഗ്ലീഷ് യൂസിൽ എന്താ അതിനകത്ത് മാത്രമേ വേർഡോട് സെന്റൻസോട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വൊക്കാബുലറി അല്ല. ഞാൻ തരാം, അതിന് നോട്ട് തരട്ടെ. നോട്ട് സാർ അയച്ചു തരാറുണ്ട്. സോറി സാർ അയച്ചു. അത് മാത്രം നോക്കിയാൽ മതിയോ? അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ സാറിന്റെ നോട്ട്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണ്ട. ഞാനപ്പോ ഇനി ഫോട്ടോ കോപ്പി എടുക്കാനോ? ഫോട്ടോ കോപ്പി എടുക്കാൻ നന്നാവാ. പിന്നെ സാറ് നോട്ട്സ് ഒന്നും കൊണ്ടുവരത്തില്ലല്ലോ അല്ലേ? ഇല്ല. നോക്കാം. സമയം 7:54 ആയില്ലേ? നമ്മള് അടുത്ത സെഷൻ പറഞ്ഞപ്പോളാ MCQ ഡിസ്കഷൻ MCQ 9 മണിക്കാ? എന്താ തീരൂല, വേറെ കുറെ അധികം ഉണ്ട്. നിങ്ങൾക്ക് ഇത് നാളെ ചെയ്യാം കേട്ടോ.
ഓക്കെ സാർ. മറ്റേത് തീരാൻ സാധ്യത ഓക്കെ കുറവാണ്. സാർ. കാരണം നമുക്ക് 9 ആകുമ്പോഴത്തേനും ഇൻസ്ക്രിപ്ഷൻ വേണ്ടേ. ഹ്യൂമാനിറ്റീസ് വേഴ്സസ് എടുത്തില്ലല്ലോ. അത് എടുത്താണല്ലോ. അതല്ല വേറല്ലേ ഓൺ ടോളറൻസും ഓൺ ടോളറൻസ് വേറൊന്നും. ഓൺ നാളെ ചെയ്യാം കേട്ടോ. നാളെ ഡേ ടൈം ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. അതിന്റെ ഡീറ്റെയിൽ ക്ലാസ് തരുന്നത് അത് നമ്മൾ ഓൺ ടോളറൻസിലും ഓൺ റൂൾ ഓഫ് റോഡിലും കുറച്ച് പോർഷൻ മിസ്സായി പോകണം. കഴിയുന്നത് ഫസ്റ്റും കുറച്ച് പോർഷൻ മിസ്സായി പോയിട്ടുണ്ട്. അത് നാളെ ചെയ്യും കേട്ടോ. നാളെ പകൽ ക്ലാസ് അതെങ്ങനെ സാർ നമുക്ക് അങ്ങനെ മിസ്സായത്? എങ്ങനെ സാർ എല്ലാം ചെയ്യുന്നതാണല്ലോ. അതെന്ത് പറ്റിയത് സാർ മിസ്സാവാൻ അത് കാരണം? മിസ്സാവാൻ കാരണം എന്താ വെച്ചാൽ എന്റെ കയ്യിൽ നോട്ട്സ് ഇതായി പോയി. അതാണ് പ്രശ്നം. സാറ് സാറ് കഴിഞ്ഞ മിസ്സാവാത്തതാണ് ആ ചോദിച്ചത്. അത് ഞാൻ പിന്നെ നോട്ട് ചെയ്തത് കുറെ കഴിഞ്ഞ ശേഷം പിന്നെ അത് മാർക്ക് നോട്ട് ചെയ്ത് ഞാൻ